ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി ചേരുന്നുണ്ട്, CPM നേതാവ്. ശ്രീ അരുൺകുമാർ, നിയമപരമായി എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ തെളിയുന്നത്? ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് സ്റ്റേ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. ഈ ഒരു ഘട്ടത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തിക്കാം, അത് തുടരാമെന്ന് ഹൈക്കോടതി പറയുന്നു. ഇത് ഏതൊക്കെ തരത്തിലാണ് സഹായകമാകുന്നത് പ്രശ്നപരിഹാരത്തിന്, നിയമപരമായ എല്ലാ വശങ്ങളും നിറച്ച്? വഖഫ് ബോർഡിന്റെയോ വഖഫ് ട്രൈബ്യൂണലിന്റെയോ പരിഗണനാ വിഷയത്തിൽ ഇടപെടാനോ മറ്റെന്ത് തീരുമാനമെടുക്കാനോ ആ പരിഗണനാ വിഷയത്തിന്മേൽ പ്രത്യേക തെളിവെടുപ്പ് നടത്തി തീരുമാനമെടുക്കാനോ വേണ്ടിയിട്ടല്ല ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് വച്ചത്. ഇതിപ്പോ വഖഫ് പ്രോപ്പർട്ടിയാണോ അല്ലയോ എന്ന വിഷയത്തിലെല്ലാം തർക്കത്തിൽ തീരുമാനമെടുക്കുക വഖഫ് ട്രൈബ്യൂണൽ തന്നെയാണ്. അവിടെ കേസ് പെൻഡിംഗ് ആണ്. പക്ഷെ ഒരു കൺസെൻസിലൂടെ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി തയ്യാറാക്കി ഗവൺമെന്റിനെ സമർപ്പിക്കാനും ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി എന്ന രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ നിലവിലുണ്ടോ, ആരൊക്കെയാണ് അതിന്റെ കസ്റ്റഡിയൻ, ആരുടെ കൈവശമാണ് എന്നുള്ള വസ്തുതകളെല്ലാം ക്രോഡീകരിച്ച് ഗവൺമെന്റിന് കൊടുത്ത് ഈ പ്രശ്ന പരിഹാരത്തിന് ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന രൂപത്തിലാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇതിൽ ഉത്തരവ് പറഞ്ഞത് ഇത് വഖഫ് ട്രൈബ്യൂണലിൽ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിഗണനാ വിഷയമാണ് എന്ന രൂപത്തിലാണ്. തന്നില്ലായിരുന്നു ഇത് ഗവൺമെന്റിനെ സഹായിക്കാനും ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന രൂപത്തിലാണ്. അന്ന് സിംഗിൾ ജഡ്ജി കണ്ടെത്തിയത് ഹൈക്കോടതിയിലെ ഒരു സീനിയർ ജഡ്ജായി റിട്ടയർ ചെയ്ത ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായര് ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അംഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ഒരു ബാധകമായിട്ട് വരും, ഒരു പ്രീസിഡന്റ് എന്ന രൂപത്തിൽ അവർ കൺസിഡർ ചെയ്യേണ്ടി വരും എന്ന രൂപത്തിലൊക്കെയാണ് സിംഗിൾ ജഡ്ജ് പരിഗണിച്ചത്. പക്ഷെ അതൊന്നും ശരിയല്ലെന്നും ജുഡീഷ്യൽ കമ്മീഷനെ എപ്പോ വേണമെങ്കിലും കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് വയ്ക്കാമെന്നും അത് കൃത്യമായിട്ട് പ്രപ്പോസൽസ് ഗവൺമെന്റിന് കൊടുക്കാൻ, സജഷൻസ് ഗവൺമെന്റിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്മേൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ഗവൺമെന്റിനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്നിപ്പോ ഇടക്കാല ഉത്തരവ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൽ നിന്ന് വന്നത്. ഇത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകളെ പൂർണ്ണമായും ശരിവെക്കുന്ന ഇടപെടലാണ് പരമോന്നത കോടതി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന കോടതി ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നത്. കാരണം ഇതിനെ വിമർശിച്ചുകൊണ്ട് പലരും അന്ന് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ മുനമ്പത്ത് സമരം നടത്തുന്നവരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ വഖഫ് ബില്ല് വന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിച്ചവർക്കുമെല്ലാം ഒരു കനത്ത തിരിച്ചടിയാണ്. ഇത് എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കൺസെൻസസിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും അതിനെ അങ്ങനെ തന്നെ കാണണം. കാരണം ഈ മുനമ്പത്തെ വിഷയങ്ങൾ വഖഫ് ബില്ലുമായി ചേർത്ത് വെച്ച് പല രാഷ്ട്രീയത്തിനും കളിച്ച കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾക്കുള്ള വലിയ തിരിച്ചടി ഉണ്ടാവുകയും സംസ്ഥാന സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് സുതാര്യമായ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഇതിൻ്റെ ശ്രമത്തെ പ്രതിപക്ഷം അടക്കം രാഷ്ട്രീയം കളിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു കേരളത്തിലെ പ്രതിപക്ഷം. അതിനുകൂടിയുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഇപ്പോഴത്തെ കോടതി വിധി അല്ലേ? അതെ, പൂർണ്ണമായിട്ടും. ഇപ്പൊ പ്രതിപക്ഷം അന്ന് പറഞ്ഞത് ഒരു ദീർഘവീക്ഷണമില്ലാതെ ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്നതാണ്. പക്ഷെ ആദ്യഘട്ടത്തിൽ എല്ലാവരും ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തതാണ്. ഇപ്പൊ 2019 വഖഫ് ബോർഡ് ഇത്തരത്തിൽ ആ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടിയാണ് കണ്ടെത്തുകയും വഖഫിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാ ലീഗിന്റെ നേതാക്കന്മാർ വഖഫ് ബോർഡിന്റെ അംഗങ്ങളും ചെയർമാനുമായിട്ടിരിക്കുമ്പോഴാണ് ആ തീരുമാനം എടുത്തത്. അതിനുശേഷം LDF ഗവൺമെന്റ് ആ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നികുതി അടയ്ക്കാനുള്ള സൗകര്യം കൊടുത്തപ്പോഴും ആ തീരുമാനത്തിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ആ തീരുമാനത്തെ എതിർത്തത് ലീഗിന്റെ MLA മാരാണ്. അതിനുശേഷം നിയമ പോരാട്ടവുമായിട്ട് ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതി പോകുമ്പോഴും അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് ലീഗും കോൺഗ്രസും UDF-ഉമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാനും ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാൻ ഈ ഗവൺമെന്റ് അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലുമെല്ലാം വിമർശനമായിട്ട് രംഗത്ത് വന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും UDF നേതാക്കന്മാർക്കുമെല്ലാം കനത്ത തിരിച്ചടി കൊടുക്കുന്ന വിധി തന്നെയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലീൻ ലൈസൻസ് ആണ് ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത്. അതാണ്, അതായത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 5 ലക്ഷം പേർക്ക് വീട് നൽകിയ സർക്കാർ എന്തായാലും അവരെ ആ വീടുകളിൽ നിന്ന് അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയോ അവർക്ക് ഭൂമി ഇല്ലാതാക്കുകയോ ചെയ്യുന്നൊരു നടപടിയിലേക്ക് പോകില്ലെന്നൊരു വിശ്വാസമുണ്ട് ജനതയ്ക്ക്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. പക്ഷേ മുനമ്പത്ത് ബില്ല് അവിടെ പാർലമെൻറ്റിൽ പാസ്സാകുന്ന ഘട്ടത്തിൽ ഇവിടെ പടക്കം ആ പാവം മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് പടക്കം പൊട്ടിച്ച് സന്തോഷം പങ്കിട്ട ചില രാഷ്ട്രീയ കുതന്ത്രികളുണ്ട്. അവർക്ക് ഏൽക്കുന്ന തിരിച്ചടി കൂടിയാണിത് ഈ കോടതിയുടെ വിധി എന്നുകൂടി കാണണം.
അതെ കനത്ത തിരിച്ചടിയാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ വളരെ പോസിറ്റീവായിട്ട് എടുത്ത തീരുമാനം, ആ തീരുമാനം സർവകക്ഷി യോഗമൊക്കെ വിളിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്. ആ തീരുമാനം കൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ എന്തൊക്കെയാണ് മാർഗം, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പൊ ആരൊക്കെയാണ് അതിന്റെ കസ്റ്റോഡിയൻ, അവരെല്ലാം കണ്ട് അവരുടെയൊക്കെ വാദം ഈ ജുഡീഷ്യൽ കമ്മീഷൻ കേട്ടിരുന്നു. അത്തരത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടൊരു നിർദ്ദേശം ഗവൺമെന്റിന് തരുമ്പോൾ ഗവൺമെന്റ് ആ നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഈ പുതിയ വഖഫ് നിയമത്തിനൊന്നും ഇവിടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പോകുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി. അവരെയും ജനം തിരിച്ചറിയുന്ന സാഹചര്യം ഈ കോടതി വിധിയുടെ ഭാഗമായിട്ടുണ്ടാകും. അത് തീർച്ചയാണ്. തീർച്ചയായും. അത് മാത്രമല്ല, നേരത്തെ ഒരു വലിയ കൂടിയാലോചനകൾക്ക് ശേഷം ഇതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്, നിയമപരമായ കോംപ്ലിക്കേഷനൊക്കെ കണ്ടുകൊണ്ടാണ് ഈ പ്രശ്നം അവിടുത്തെ ഇരകൾക്ക് അനുകൂലമായ വിധിയോടുകൂടി സാധ്യമാകണമെന്ന സർക്കാർ ലക്ഷ്യത്തോടു കൂടി നീങ്ങിയത്. ഈ മുനമ്പത്തെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം ഇനി തുടരുമ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് നിയമപരമായി നമ്മളെ സഹായിക്കുക ഈ പ്രശ്ന പരിഹാരത്തിന്? കാണാൻ കഴിയുന്ന സാധ്യതകൾ ഈ സാധാരണക്കാർക്ക് അവർക്ക് അവരുടെ ആശങ്ക ഒഴിവാക്കാനുള്ള ചോദ്യം. അതിൽ ഇതിപ്പോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമുദായങ്ങളുടെ ലീഡർഷിപ്പ് എല്ലാം ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്നും അവിടെ ഭൂമി ബോണഫൈഡ് പർച്ചേസർ എന്ന രൂപത്തിൽ ഭൂമി വാങ്ങിച്ച നികുതി അടയ്ക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് മുന്നോട്ട് വച്ചത്. അപ്പൊ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന തർക്കം നിലനിൽക്കുന്നു. കാരണം വഖഫ് മീൻസ് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ടു അള്ള എന്നതാണല്ലോ. അപ്പൊ ഇതിൽ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി കൈമാറിയത് എന്നുള്ള വസ്തുതകളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ തീരുമാനമെടുക്കുക വഖഫ് ട്രൈബ്യൂണലാണ്. ഇപ്പൊ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോ ഫൈനൽ തീരുമാനം എടുക്കാൻ കഴിയൂ. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരു കൺസെൻസിലൂടെ ഈ ബോണഫൈഡ് പർച്ചേസറായിട്ട് വന്ന എല്ലാവർക്കും ഭൂമിയിൽ തുടരാനും അവർക്ക് നികുതി അടയ്ക്കാനും അവരുടെ സ്വന്തം ഭൂമിയായി അംഗീകരിക്കാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കണം. അപ്പൊ CN രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ 10-12 വർഷത്തോളം ജഡ്ജായിട്ടിരുന്ന് ഏറ്റവും ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിൽ നല്ല നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഗവൺമെന്റിനുള്ളത്. ഇപ്പോൾ അദ്ദേഹം എല്ലാ വിഭാഗം ഇതിലെ എല്ലാ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാം കേട്ടിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരിക. അതനുസരിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ വളരെ ധൈര്യമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായിരിക്കും വരിക. കോടതിയുടെ ഇപ്പൊ സർവൈലൻസിൽ തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വിശദമായിട്ട് ഇനിയും വാദം കേൾക്കും. ഏതായാലും യൂണിയൻ കൂടി സഹായത്തോടെ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുക എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സർക്കാർ വളരെ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മുനമ്പം കമ്മീഷനെ നിയമിക്കുന്നത്. ആ നിയമിച്ചപ്പോൾ ഉള്ള നിയമ സാഹചര്യം അല്ലല്ലോ ഇപ്പോഴുള്ളത്. വഖഫ് ബില്ല് അടക്കം, ഭേദഗതി ബില്ല് അടക്കം എത്തി. ഈ ഒരു സാഹചര്യത്തിൽ ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് അത് ഏതെങ്കിലും തരത്തിൽ ബാധകമാകുമോ? അങ്ങനെ സംശയിക്കുന്നവർക്കുള്ള ഒരു മറുപടി. ഇപ്പോ ഈ വഖഫ് നിയമം മുനമ്പം പ്രോപ്പർട്ടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഒന്നും ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല. കാരണം അതിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ സെക്ഷൻ 2A വകുപ്പ് ഉണ്ടല്ലോ. ആ 2A വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതിയിൽ പെൻഡിംഗ് നിൽക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഡിഗ്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് വഖഫ് ബോർഡോ വഖഫ് ട്രൈബ്യൂണലിലോ പെൻഡിംഗ് നിൽക്കുന്ന കേസുകളെ കുറിച്ച് ഈ പുതിയ അമെന്റ്മെന്റ് ആക്ടിൽ പുതിയ നിയമത്തിൽ വരുന്നില്ല. ഈ നിയമത്തിന് റെട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല. അതായത് രാഷ്ട്രപതി ഒപ്പിട്ട അന്ന് മുതൽ മാത്രമാണ് നിയമത്തിന് നിയമപ്രാബല്യമുള്ളൂ. അപ്പോ മുനമ്പം എന്ന് പറഞ്ഞാൽ 1950 കൈമാറ്റപ്പെട്ട ഭൂമി 70-80കളിൽ സിവിൽ കോടതികളിൽ കേസ് പെൻഡിംഗ് നിൽക്കുന്നു. ഇപ്പോ വഖഫ് ബോർഡ് 2019 വിധി പറഞ്ഞു. വഖഫ് ട്രൈബ്യൂണൽ ഈ കേസ് പെൻഡിംഗ്. ഈ ഒരു സാഹചര്യത്തിൽ റെട്രോസ്പെക്റ്റീവ് ഇഫക്ട് ഇല്ലാത്ത സാഹചര്യത്തിലും കോടതിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ ഡിഗ്രി ജഡ്ജ്മെന്റ് എന്നത് മാത്രം ചൂണ്ടിക്കാണിക്കുകയും വഖഫ് ബോർഡെന്നോ വഖഫ് ട്രൈബ്യൂണൽ എന്നോ സെക്ഷൻ 2A ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ നിലവിലെ നിയമത്തിന് വഖഫ് ഈ മുനമ്പം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യമില്ല. അപ്പോ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പഴയ നിയമപ്രകാരമാണ്. ഇപ്പൊ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ജുഡീഷ്യൽ കമ്മീഷന് കാലാവധി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഈ കേസ് പരിഗണിക്കുന്ന ജൂൺ മാസം 16-ാം തീയതിയാണ്. ജുഡീഷ്യൽ കമ്മീഷന്റെ കാലാവധി 3 മാസം 27/5 തീരും. അപ്പൊ കൃത്യമായി ആ പഠനം പൂർത്തീകരിച്ച് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാനുള്ള എല്ലാ അവസരവും ഉണ്ട്. ഓക്കെ, അതിന് ഇതൊരു തടസ്സമല്ല എന്ന് വ്യക്തമാണ്. പുതിയ നിയമം ഒരു തടസ്സമല്ല. അതാണ്. ഓക്കെ, താങ്ക് യു.